നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി ഞാൻ ഗോകുൽ രവി. കൊല്ലം ആവണീശ്വരത്ത് 13-കാരിയെ കാണാനില്ലെന്ന് പരാതി. ഫാത്തിമയാണ് കാണാതായത്. അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് കുട്ടി വീട് വിട്ടിറങ്ങുകയായിരുന്നു. അരുൺരാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, എപ്പോൾ മുതലാണ് ഈ കുട്ടിയെ കാണാതായത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ അന്വേഷണം പുരോഗമിക്കുന്നത്? ഗൂഗിളിൽ നിന്ന് ഉച്ചയ്ക്ക് 2:30 ഈ ഫാത്തിമ വീട്ടിലിരിക്കുമ്പോഴാണ് ഫാത്തിമയുടെ പിതാവിന്റെ മാതാവ് ഈ കുട്ടിയെ വഴക്ക് പറയുന്നത്. തുടർന്നാണ് ഈ കുട്ടി വീട് വിട്ടിറങ്ങിയത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ വീട്ടുകാർ സമീപത്തെ വീടുകളിൽ ഉണ്ടാകുമെന്നാണ് സംശയിച്ചിരുന്നത്. പക്ഷേ ഏറെ വൈകിട്ടും കുട്ടി തിരിച്ചു വരാത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചത്. കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുന്നിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട് വിട്ടിറങ്ങുമ്പോൾ പച്ച കളറിലുള്ള ടോപ്പും നീല ജീൻസുമാണ് ധരിച്ചിരുന്നത് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. കുട്ടി പോകാനിടയായ സാഹചര്യത്തിലുള്ള വീടുകൾ, ബന്ധുക്കളുടെ വീടുകളിലടക്കം പരിശോധന നടത്തിയെങ്കിലും ഈ കുട്ടി ഇവിടെയെങ്ങും എത്തിയിട്ടില്ല. തുടർന്നാണ് ഫാത്തിമയെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന ഇപ്പോൾ കുന്നിക്കോട് പോലീസ് നടത്തുന്നത്. ജില്ലയിലെമ്പാടും ഇപ്പോൾ പോലീസിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയെ കണ്ടുകിട്ടുന്നവർ അടിയന്തരമായി തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ പോലീസ് നൽകിയിട്ടുള്ളത്. ശരി, അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പുനരധിവാസ പട്ടികയിലെ അപാകത ചൂണ്ടിക്കാട്ടി വയനാട് കളക്ടറേറ്റ് ഉപരോധിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ. ഉച്ചയ്ക്ക് ശേഷം റവന്യൂ മന്ത്രി കെ രാജനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ദുരന്തത്തിൽ മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നാളെ മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രകടനമായാണ് ദുരന്തബാധിതർ എത്തിയത്. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം. റേഷൻ കാർഡും ആധാറുമടക്കമുള്ള രേഖകൾ സർക്കാരിന് തിരിച്ചേൽപ്പിക്കുന്നെന്ന് പ്രഖ്യാപനം. എന്റെ കുടുംബം മൊത്തം പോയി. എന്ന് മുതൽ ഞങ്ങള് 6-7 എണ്ണം ഞെങ്ങിഞ്ഞൊരു വീട്ടിലാ. സാറിനറിയോ? നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ നല്ല വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും സാറേ. കളക്ടറേറ്റിലെത്തിയ മന്ത്രി കെ രാജനുമായി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നടത്തിയ ചർച്ച വിജയം കണ്ടതോടെ 2 മണിവരെ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണത്തിൽ നിന്ന് പകുതി പണം ചെലവാക്കിയാൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാൻ പറ്റും. ഗുണഭോക്താക്കളുടെ സ്ഥലം അവരവരുടെ ഉടമസ്ഥയിൽ തന്നെ ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി ഉറപ്പു നൽകി. കൃഷിഭൂമി കാർഷിക യോഗ്യമാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ തയ്യാറാക്കും. ദുരന്തബാധിതർക്ക് പുതിയ സ്മാർട്ട് കാർഡ് ഇന്നു മുതൽ വിതരണം ആരംഭിച്ചു. ചികിത്സയടക്കം ദുരന്തബാധിതരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് മന്ത്രി. ഈ സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് സംവിധാനം മാത്രമല്ല, എല്ലാ ഇതുമായി ബന്ധപ്പെട്ട ബെനിഫിഷ്യറിയും അവർക്ക് കിട്ടാവുന്ന വിധത്തിലുള്ള ഒരു പുതിയ ഡിജിറ്റൽ കാർഡാണ്. QR കോഡ് സ്കാൻ ചെയ്താൽ ഇതിലാരാണോ ഉള്ളത് അവരുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ അവർക്ക് ലഭ്യമാകും. അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ DR മേഘശ്രീ, ദുരന്ത നിവാരണ അതോറിറ്റി, കിഫ്ബി, ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 വയനാട്. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. അൾട്രാവയലറ്റ് സൂചിക അപകടകരമായ നിലയിലെത്തി. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലത്ത് ഒരാൾക്ക് സൂര്യാതപമേറ്റു. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. അൾട്രാവയലറ്റ് വികിരണം ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് പാലക്കാടും മലപ്പുറത്തും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. രണ്ടിടത്തും അൾട്രാവയലറ്റ് സൂചിക 11 രേഖപ്പെടുത്തി. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് സൂര്യാതപത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. ജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് മുന്നറിയിപ്പ്. പകൽ 10 മുതൽ വൈകിട്ട് 3 വരെയാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ചൂടിന് ശമനമായിട്ടില്ല. കൊല്ലം മുണ്ടക്കലിൽ കൊച്ചുണ്ണി എന്നയാൾക്ക് സൂര്യാതപമേറ്റു. ഇന്നലെ പാപനാശം കടപ്പുറത്ത് വെച്ചാണ് സൂര്യാതപമേറ്റത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കൊച്ചുണ്ണി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ ഭാഷാ പോര് പുതിയ രൂപത്തിലേക്ക്. സംസ്ഥാന ബജറ്റിന്റെ ലോഗോയിൽ രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ്നാട് സർക്കാർ തമിഴ് അക്ഷരമായ രൂ ചേർത്തു. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എക്സിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഈ മാറ്റം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ നയത്തിനെതിരെ രൂക്ഷമായ വാക്പോര് തുടരുന്നതിനിടെയാണ് തമിഴ്നാട് സർക്കാരിന്റെ പുതിയ സ്ട്രൈക്ക്. നാളെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ബജറ്റിന്റെ ലോഗോയിൽ നിന്നും രൂപയുടെ ചിഹ്നം നീക്കി. പകരം തമിഴക്ഷരമായ രൂ ആണ് ചേർത്തിരിക്കുന്നത്.
എക്സ് പ്ലാറ്റ്ഫോമിലൂടെ സ്റ്റാലിൻ പുറത്തുവിട്ട ബജറ്റിനെ കുറിച്ചുള്ള ടീസറിലാണ് ലോഗോ മാറ്റിയിരിക്കുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന 2 ബജറ്റുകളിലും രൂപയുടെ ചിഹ്നമാണ് വെച്ചിരുന്നത്. ചിഹ്നം മാറ്റിയതിൽ സർക്കാരിൽ നിന്ന് ഔദ്യോഗിക വിശദീകരണം ഉണ്ടായിട്ടില്ല. BJP നേതാക്കൾ ഒന്നടങ്കം നീക്കത്തെ ശക്തമായി വിമർശിക്കുകയാണ്. തമിഴ്നാട്ടുകാരാണ് രൂപയുടെ ചിഹ്നമുണ്ടാക്കിയതെന്നും ഈ ചിഹ്നം ഒഴിവാക്കുന്നത് രാജ്യത്തെ നിന്ദിക്കലാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. 24 ചെന്നൈ. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടേതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ. എക്സൈസ് മന്ത്രിക്കെതിരെയുള്ള പരാതിയിൽ ED റെയ്ഡ് നടക്കുകയാണ്. സംസ്ഥാന ബജറ്റിന്റെ ലോഗോയിൽ രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ്നാട് സർക്കാർ തമിഴക്ഷരമായ രൂ ചേർത്തതിലാണ് വിമർശനം. அந்த நாங்கள் என்ன யுகிச்சோமோ இன்னைக்கு ED-னுடைய அதிகாரப்பூர்வமான அறிவிப்பில் அது இருக்கு. அதனால் நாங்கள் பயந்தது உண்மைதான். 1000 கோடி ரூபாய்க்கு மேலே இல்லை கிக்பேக் கமிஷன் நடந்திருக்கு. நிச்சயமாக சத்தீஸ்கர் டெல்லியில் லிக்கர் ஸ்கேம் என்ன நடந்ததோ அதை விட பெரிதாக சென்னை லிக்கர் ஸ்கேம் இருக்கும் என்கின்ற ஒரு எண்ணம் எங்களுக்கு இருக்கு. இதையெல்லாம் மறைக்கிறதுக்கு தான் தமிழக அரசு டீலிமிட்டேஷனு, இன்னைக்கு இந்த சிம்பிளை மாற்றுறது, வேல்யூவை மாற்றுறது, புதுசாக ஏதோ ஒரு கண்ணாமூச்சி விளையாட்டு விளையாண்டுருக்காங்க. இது நிச்சயமாக வருகின்ற நாட்களில் இது பூதாகரமாக மாறும். യാക്കോബായ സഭ കാതോലിക്ക വാഴിക്കൽ ചടങ്ങിന് ലെബനനിലേക്ക് ഔദ്യോഗിക പ്രതിനിധികളെ അയക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ ഓർത്തഡോക്സ് സഭ. സർക്കാർ ചെലവിൽ യാത്ര നടത്തുന്നതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് ഓർത്തഡോക്സ് സഭയുടെ തീരുമാനം. യാക്കോബായ സഭ ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വ്യവസായ മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ലെബനിലേക്ക് പോകുന്നത്. യാക്കോബായ സഭയുടെ ക്ഷണപ്രകാരമാണ് യാത്ര. സഭയിലെ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ യാക്കോബായ സഭയുടെ പരിപാടിയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്ന സർക്കാർ തീരുമാനത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത് കടുത്ത അതൃപ്തി. സഭയിൽ സമാന്തര ഭരണം നടത്താനുള്ള ശ്രമങ്ങൾക്ക് കുടപിടിക്കുകയാണ് സർക്കാരെന്ന് ഡോക്ടർ യുഹാനോൻ ദിയാസ്കോറസ് മെത്രോപൊലിത്ത. ഒന്നായി പോകേണ്ട ഒരു സമൂഹത്തെ പിളർത്തി ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് ആരെങ്കിലും, അത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാകട്ടെ, മറ്റു സമുദായങ്ങളിൽപ്പെട്ടവരാകട്ടെ, ഭരണത്തിലിരിക്കുന്നവരാകട്ടെ, അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അത് സമൂഹത്തിന് ഉണ്ടാകുന്നതായ വളരെ ദോഷകരമായ ഒരു അവസ്ഥയാകുന്നു എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ സമൂഹത്തെ ഒന്ന് ബോധിപ്പിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളോട് സമദൂര നിലപാട് സ്വീകരിക്കുന്നത് ബലഹീനതയെ കാണരുത്. എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് 13 ജില്ലകൾ കൂടി ചേർന്നതാണ് കേരളമെന്ന് മറക്കരുതെന്നും സഭയുടെ മുന്നറിയിപ്പ്. സർക്കാരിന് സ്തുതി പാടുന്നവർക്ക് മാത്രം നീതി കിട്ടുന്ന കാലമാണിതെന്നും ഓർത്തഡോക്സ് സഭ വിമർശിച്ചു. 24 കോട്ടയം. യാക്കോബായ സഭ ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള പ്രതിനിധി സംഘത്തിന്റെ യാത്രയെ വിമർശിച്ച ഓർത്തഡോക്സ് സഭയ്ക്ക് മറുപടിയുമായി മന്ത്രി P. രാജീവ്. ഇത്തരം ചടങ്ങുകൾക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കുന്നത് പതിവാണ്. പുതുതായി ഒരു നിലപാടും സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും മന്ത്രി P. രാജീവ് വ്യക്തമാക്കി. നേരത്തെയും സർക്കാർ ഇതുപോലെയുള്ള ഡെലിഗേഷൻ പോയിട്ടുണ്ട്. 2014 യാക്കോബായ സഭയുടെ തന്നെ അമ്മത്തെ പാർട്ടിയായ സ്വാവയുടെ അദ്ദേഹം കാലം ചെയ്തപ്പോൾ അന്നത്തെ UDF ഗവൺമെൻറ് സമയത്ത് തന്നെ എറണാകുളത്ത് നിന്നുള്ള മന്ത്രി അനൂപ് ജേക്കബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡെലിഗേഷൻ പോയിരുന്നു. ചിലപ്പോൾ റോമിൽ പോകാറുണ്ട്. അത് ഓരോ ഘട്ടത്തിലും ഗവൺമെൻറ് അത്തരത്തിലുള്ള ഡെലിഗേഷനുകൾ അയക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ കണ്ടാൽ മതി. പുതുതായിട്ടൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. തലസ്ഥാന നഗരത്തെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാല. ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. പൊങ്കാല നിവേദ്യത്തിന് ശേഷം മടങ്ങിയ ഭക്തർക്ക് റെയിൽവേയും KSRTCയും വിപുലമായ യാത്രാ സൗകര്യം ഒരുക്കിയിരുന്നു. 4000-ഓളം പേരുടെ സംഘം മണിക്കൂറുകൾക്കുള്ളിൽ നഗര ശുചീകരണം പൂർത്തിയാക്കി. പൊങ്കാലയുടെ പുണ്യം തേടി സർവ്വതും ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിച്ച പകൽ നേരം. ദുഃഖങ്ങളെ കനലരിയിച്ച് മധുരം നിവേദിച്ച പൊങ്കാലയുമായി ഭക്തലക്ഷങ്ങൾ മടങ്ങി. രാവിലെ 10:15 പണ്ടാര അടുപ്പിലേക്ക് പകർന്ന തീ നഗരവീഥികളിൽ നിറന്ന അടുപ്പുകളെ ജ്വലിപ്പിച്ചു. ആറ്റുകാൽ ദേവിയുടെ ശരണമന്ത്രങ്ങൾ അനന്തപുരിയെ യാഗശാലയാക്കി. പൊങ്കാലക്കലങ്ങളിൽ അനുഗ്രഹം നിറഞ്ഞെത്തു.
ശർക്കര പായസമാണ് പ്രധാന നിവേദ്യം. പലവിധ വിഭവങ്ങൾ തയ്യാറാക്കി ഭക്തർ ദേവിക്ക് നിവേദിച്ചു. പൊങ്കാല നിവേദ്യത്തിനു പിന്നാലെ ഭക്തർ മടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ നഗരം മുഴുവൻ കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ വൃത്തിയാക്കി. മനം നിറഞ്ഞാണ് ഭക്തരുടെ മടക്കം. ഇനി അടുത്ത പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പ്. ടീം 24 തിരുവനന്തപുരം. പതിവ് പോലെ പൊങ്കാലയിടാൻ സിനിമ സീരിയൽ താരങ്ങളും തലസ്ഥാനത്തൊത്തുകൂടി. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പൊങ്കാലയർപ്പിച്ചു. രാവിലെ 8:30 ക്ഷേത്രത്തിനു മുന്നിലെ ഗൗരീവന്ദനം ഹോട്ടലിന് മുന്നിൽ പൊങ്കാല അർപ്പിക്കാൻ ചിപ്പി. ഒപ്പം ഗായിക രാജലക്ഷ്മിയും. ഇക്കുറി പൊങ്കാലയിടുമ്പോൾ പ്രാർത്ഥനയിൽ പുതിയ സിനിമയും ഉണ്ടെന്ന് ചിപ്പി. ഇത്തവണത്തെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങളുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ എല്ലാം നന്നായിട്ട് വരാനുള്ള പ്രാർത്ഥനയോടെ ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിരിക്കുകയാണ്. സീമാജി നായർ, വീണ തുടങ്ങി മിനി സ്ക്രീനിലെ മിന്നും താരങ്ങളെല്ലാം പൊരിവെയിലിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി. നടി പാർവതി, മരുമകൾ താരിണി എന്നിവർ ബന്ധുക്കൾക്കൊപ്പം തൈക്കാടാണ് പൊങ്കാല അർപ്പിച്ചത്. സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ശാസ്ത്രമംഗലത്തെ വീട്ടിലും ആനിയും ഷാജി കൈലാസും കുറവൻകോണത്തെ വീട്ടിലും പൊങ്കാലയിട്ടു. അയ്യർ ഭർത്താവ് ശബരിനാഥനൊപ്പം പാൽക്കുളങ്ങരയിലെ വീട്ടിൽ പൊങ്കാലയിൽ പങ്കാളിയായി. കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്, പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ മകൾ ഉണ്ണിമായ, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് തുടങ്ങിയ പ്രമുഖരും പൊങ്കാലയർപ്പിച്ചു. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സങ്കട പൊങ്കാല അർപ്പിച്ച ആശാ വർക്കേഴ്സ്. സർക്കാരിന്റെ കണ്ണു തുറക്കാനുള്ള പൊങ്കാലയെന്ന് സമരക്കാർ പറഞ്ഞു. സമരപന്തലിൽ വീണ്ടും എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ ആശമാർക്കൊപ്പമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. ഭക്തിയാണ്, എന്നിരുന്നാലും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പ്രതിഷേധ പൊങ്കാലയേ അല്ല. ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഈ പൊങ്കാല ഇട്ട് ഞങ്ങൾ നേരുമ്പോഴെങ്കിലും അവരുടെ കണ്ണ് തുറന്ന് മനസ്സൊന്ന് തുറന്ന് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം തന്ന് ഞങ്ങളെ ഈ തെരുവീതിയിൽ നിന്ന്, ഈ വെയിലത്തും കൊതുകടിയിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷിക്കണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. പ്രതിഷേധ പൊങ്കാലയല്ല. സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധം തുടരുന്നതിനിടെ വിശ്വാസത്തോടെയുള്ള പൊങ്കാലയെന്ന് ആശാ വർക്കേഴ്സ്. ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കിലേക്ക് തലസ്ഥാന നഗരം മാറിയപ്പോഴും സമരക്കാർക്ക് പിന്തുണയുമായി നിരവധി പേർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. സമരത്തിന്റെ ന്യായം എന്താണ്? അതിന് ന്യായമുണ്ടോ? അത് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയാണോ? അത് പരിശോധിക്കുന്നതിന് വരെ ഏത് സംഘടനയാണ് നടത്തുന്നതിന്റെ ജാതകം പരിശോധിക്കുന്ന ഒരു സംഘടന. ഇവർ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആളുകളില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നും സമരവേദിയിലെത്തി ആശാ വർക്കേഴ്സിനെ കണ്ടു. സംസ്ഥാന സർക്കാരിന് രൂക്ഷ വിമർശനം. ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? പണിയിൽ നിന്ന് പറഞ്ഞയക്കുന്നത് അവരെ നിയമിച്ചത് അവരെ പറഞ്ഞയക്കുന്നതും അവര്. പക്ഷെ എല്ലാം കൊടുക്കുന്നത് അവിടുന്ന് കൊടുത്തു. എവിടുത്തെ ന്യായമാണത്? സമരക്കാരുടെ പൊങ്കാലയെക്കുറിച്ച് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഇങ്ങനെ. ഈ ഉന്നയിക്കുന്ന വേതനം ഇനിയും ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. നല്ല നിലയിൽ തന്നെ ആശമാരുടെ ആവശ്യങ്ങളോട് അതിനോട് പ്രതികരിക്കുന്ന സർക്കാരാണ് കേരളത്തിലേത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക പ്രവർത്തകരും ഇന്ന് സമരപ്പന്തലിലെത്തി. സമരത്തിനെതിരെ മുഖപ്രസംഗവുമായി CPM മുഖപത്രം ദേശാഭിമാനി രംഗത്തെത്തി. സമര നേതൃത്വം അടിക്കടി ആവശ്യങ്ങൾ മാറ്റുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം സമരം ചെയ്യുന്നവർ മറച്ചുപിടിക്കുന്നുവെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിനുള്ള ധനസഹായം ഉയർത്തണമെന്ന് ശുപാർശ നൽകി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി. രാംഗോപാൽ യാദവ് അധ്യക്ഷനായ ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടേതാണ് ശുപാർശ. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നും ശുപാർശയിലുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ. താഴെത്തട്ടിൽ ആശാ വർക്കേഴ്സ് നടത്തുന്നത് നിർണായക സേവനമാണ്. നിലവിൽ ലഭിക്കുന്ന ധനസഹായം 2 നേരത്തെ ഭക്ഷണത്തിന് പോലും തികയില്ലെന്നും ആശാ വർക്കേഴ്സിന് നൽകി വരുന്ന ധനസഹായം ഉയർത്തണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു.
ആരോഗ്യ ഗവേഷണ മേഖലയിലും ആശാ വർക്കേഴ്സിനെ ഉപയോഗിക്കണം. ഇതിനായി അധിക ധനസഹായം ഗവേഷണ ഫണ്ടിൽ നിന്ന് അനുവദിക്കണമെന്നും രാംഗോപാൽ യാദവ് അധ്യക്ഷനായ ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയ ശുപാർശയിൽ പറയുന്നു. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ എയിംസ് അനുവദിക്കണമെന്നും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിലുണ്ട്. 24 ഡൽഹി. എറണാകുളം പെരുമ്പാവൂരിൽ പിതാവിനെ കൊലപ്പെടുത്തിയ മകൻ അറസ്റ്റിൽ. തെക്കേത്തല വീട്ടിൽ മെൽജോയെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം വർക്കലയിൽ യുവാവ് ഭാര്യ സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തി. TB രോഗബാധിതനായി കുറച്ചുനാളുകളായി കിടപ്പിലായിരുന്നു ജോണി. ബുധനാഴ്ച രാത്രി 9:30 പിതാവിന് അനക്കമില്ലെന്ന് പറഞ്ഞ് മെൽജോ സഹോദരിയുടെ വീട്ടിലെത്തി. സഹോദരി എത്തി പിതാവിനെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നേരത്തെ മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. പിന്നീട് ഇന്ന് രാവിലെ മൂവാറ്റുപുഴ പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ജോണിയുടെ 2 വാരിയലുകൾക്കും ഒടിവ് സംഭവിച്ചതായി കണ്ടെത്തി. തുടർന്ന് സംശയം തോന്നിയ പെരുമ്പാവൂർ പോലീസ് മെൽജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. മദ്യലഹരിയിൽ താൻ പിതാവിനെ ചവിട്ടിയതായി മെൽജോ പോലീസിനോട് സമ്മതിച്ചു. മാതാവിനെയും ആക്രമിച്ചിരുന്നു. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് തിരുവനന്തപുരം വർക്കലയിൽ യുവാവ് ഭാര്യ സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പുല്ലാനിക്കോട് സ്വദേശി സുനിൽ ദത്താണ് കൊല്ലപ്പെട്ടത്. പ്രതി ഷാനി ഒളിവിലാണ്. പരിക്കേറ്റ ഉഷാകുമാരി കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 കൊച്ചി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ MPയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് സമൻസ് അയച്ചു. EDയുടെ സമൻസ് ലഭിച്ചെന്ന് കെ രാധാകൃഷ്ണൻ MP 24നോട് പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ദിവസങ്ങൾ ശേഷിക്കുമ്പോഴാണ് EDയുടെ പുതിയ നീക്കം. കേസിൽ കെ രാധാകൃഷ്ണൻ MPയെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് നടന്ന ഘട്ടത്തിൽ കെ രാധാകൃഷ്ണനായിരുന്നു തൃശൂർ ജില്ലാ സെക്രട്ടറി. കരുവന്നൂർ ബാങ്കുമായുള്ള CPIM ബന്ധം, CPIM പാർട്ടി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ ഹാജരാകാനാണ് ED നിർദ്ദേശിച്ചതെങ്കിലും ഡൽഹിയിലായതിനാൽ കെ രാധാകൃഷ്ണന് സമൻസ് കൈപ്പറ്റാൻ സാധിച്ചിരുന്നില്ല. EDക്ക് ഉടൻ മറുപടി നൽകുമെന്ന് കെ രാധാകൃഷ്ണൻ. എന്താണെന്ന് അറിയില്ല, ഞാൻ നോട്ടീസ് കണ്ടില്ലേ. PA എന്നോട് പറഞ്ഞ ഞാൻ പാർലമെന്റായിരുന്നു, ഇന്ന് വന്നുള്ളൂ. നോക്കാം. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ കെ രാധാകൃഷ്ണൻ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തണമെന്ന മുഖ്യ പരാതിക്കാരൻ MV സുരേഷ് പറഞ്ഞു. സ്വാഭാവികമായിട്ടും CPM പങ്കുണ്ടെന്ന് നിലയ്ക്കും മുൻ സെക്രട്ടറി നിലയ്ക്കും അദ്ദേഹത്തിന് ആരോപണം ഉണ്ടെങ്കിൽ തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനാണത്. അതേക്കുറിച്ച് തന്നെ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ അദ്ദേഹം അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തണം. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ അദ്ദേഹമാണ് അതിന്റെ കൃത്യത ബോധ്യപ്പെടുത്തേണ്ടത്. MM വർഗീസ്, MK കണ്ണൻ, AC മൊയ്തീൻ തുടങ്ങിയ CPIM നേതാക്കളെ നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ED അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. 24 കൊച്ചി. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ നടപടിയുമായി പോലീസ്. കണ്ടാലറിയാവുന്ന 5 RSS BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുഷാർ ഗാന്ധിയെ തടഞ്ഞതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയൻ P ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനത്തിനെത്തിയ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. സംഘപരിവാർ രാജ്യത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തിയെന്ന തുഷാർ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 5 പേരെ നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തു. വാർഡ് കൗൺസിലർ കൂട്ടപ്പന മഹേഷ്, ഹരികുമാർ, കൃഷ്ണകുമാർ, സൂരജ, അനൂപ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. ഇത്തരം പ്രവണതകൾക്കെതിരെ നിയമപരവും ജനാധിപത്യപരവുമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെത്തുന്ന ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങളുടെ വഴി തടയുന്നത് അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മഹാത്മാഗാന്ധിയുടെ പൈതൃകത്തെ BJPയും RSSും അപമാനിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും ക്രൂരമായ ഒരു നടപടിയാണ്. ഗാന്ധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തുഷാർ ഗാന്ധി. പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്ന് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ. I don't feel scared by their organizational abilities. തുഷാർ ഗാന്ധിയെ തടഞ്ഞ നടപടിക്കെതിരെ DYFI രംഗത്തെത്തി. എന്നാൽ ഗാന്ധിയുടെ പേരുള്ള എല്ലാവരെയും മഹാത്മാക്കളായി കാണാൻ കഴിയില്ലെന്നാണ് BJP നേതാക്കളുടെ നിലപാട്. 24 കോട്ടയം. ഹോളി ആഘോഷത്തിനൊരുങ്ങി ഉത്തരേന്ത്യ. ഡൽഹിയിൽ ആഘോഷത്തിനായി വിപണികൾ സജീവമാണ്. നഗരമേഖലകളിൽ ഉൾപ്പെടെ സുരക്ഷ ശക്തമാക്കി പോലീസ്. ആഘോഷങ്ങൾ അതിരുവിടരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോളി ആഘോഷിക്കാനൊരുങ്ങുകയാണ് ഉത്തരേന്ത്യ.
നിറങ്ങളും വസ്ത്രങ്ങളും മധുരപലഹാരവും ഒക്കെ വാങ്ങാൻ വിപണി സജീവമായിട്ടുണ്ട്. ഇന്ന് രാത്രിയിലെ ഹോളികാ ദഹനത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. होली माता है, इसकी पूजा करते हैं, सब लोग करते हैं, मगर किसी में होता है किसी में नहीं होता है. बहुत बढ़िया होली होती है. കടകളിലും വഴിയോരങ്ങളിലും പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള പീച്ചാൻകുഴലുകളും കളർപ്പൊടികളും ഒക്കെയായി വിൽപ്പന തകൃതിയാണ്. പ്ലാസ്റ്റിക് പീച്ചാൻകുഴലുകൾക്ക് 20 രൂപ മുതലാണ് വില. भैया कैसा है होली सेलिब्रेशन? बढ़िया मैडम, बढ़िया है. बिजनेस कैसा चल रहा है? बहुत बढ़िया चल रहा है. ये कितना? 60 रुपए. ആഘോഷങ്ങൾ അതിരുവിടരുതെന്നും സമാധാനപരമായി നടത്തണമെന്നും ഉത്തർപ്രദേശിൽ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ ഡൽഹിയിലെ മെട്രോ സർവീസിലും സമയക്രമത്തിൽ മാറ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30 ശേഷമായിരിക്കും നാളെ മെട്രോ സർവീസുകൾ ആരംഭിക്കുക. നിറങ്ങളും മധുരവും ഒക്കെയായി ഹോളി ആഘോഷിക്കാൻ ഡൽഹി ഒരുങ്ങിക്കഴിഞ്ഞു. നഗരങ്ങളിലടക്കം വിപണികളെല്ലാം സജീവമാണ്. ഡൽഹിയിലെ മെയിൻ ബസാറിൽ നിന്നും ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി, 24. ട്രെയിൻ റാഞ്ചലിന് പിന്നാലെ പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം. ഖൈബർ പഖ്തൂൺഖയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 10 ഭീകരരെ വധിച്ചതായി പാക് സൈന്യം അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം തെഹ്രീക്ക് ഇ താലിബാൻ ഏറ്റെടുത്തു. 24 റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.